തിരുവനന്തപുരം കരമന മരുതൂർക്കടവിൽ നടന്നത് അതിക്രൂരമായ കൊലപാതകം. മരുതൂർക്കടവ് സ്വദേശി അഖിലിനെ കമ്പിവടി കൊണ്ട് അടിച്ചും ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ടും കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രതികളിൽ ഒരാളെ പോലീസ് പിടികൂടി. കൊലയാളികൾ സഞ്ചരിച്ച ഇന്നോവ കാർ ഓടിച്ചിരുന്ന അനീഷിനെയാണ് ബാലരാമപുരത്ത് നിന്ന് പിടികൂടിയത്. അഖിൽ, വിനീഷ്, സുമേഷ് എന്നിവരെയാണ് ഇനി പിടികിട്ടാനുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുമായി ബന്ധമുള്ള കിരൺ കൃഷ്ണയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കരമനയിൽ മീൻ കച്ചവടം നടത്തിയിരുന്ന അഖിലിനെയാണ് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കാറിലെത്തിയ സംഘം കൊലപ്പെടുത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന 4 പേരാണ് വീടിന് സമീപം പ്രാവിന് തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന അഖിലിനെ വിളിച്ചു കൊണ്ടുപോവുകയും തുടർന്ന് ഓടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. പ്രതികൾ അഖിലിനെ കമ്പി വടികൊണ്ട് പലതവണ അടിക്കുകയും തുടർന്ന് 6 തവണ മുഖത്തും നെഞ്ചിലുമായി ഭാരമുള്ള കല്ലെടുത്തിടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ദിവസം ബാറിൽ നടന്ന തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു കൊലപാതകം എന്നാണ് നിഗമനം. 2019 കരമനയിലുണ്ടായ അനന്തു കൊലക്കേസിലെ പ്രതികളാണ് ഇവരെന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും കൊല നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് 2019 നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ആ കേസിന്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷന്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിന്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെ കാണുമെന്നായിരുന്നു അഖിലിന്റെ വീട് സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. വളരെ ദാരുണമായ സംഭവമാണ്. കുറെ നാളുകളായി തലസ്ഥാന നഗരിയിൽ ഇത്തരം സംഭവങ്ങൾ കുറവാണ്. ഇപ്പോൾ വീണ്ടും ചില ആവർത്തിക്കപ്പെടുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൊലപാതകത്തിൽ സ്ഥലത്തെ പൊതുപ്രവർത്തകരും രോഷം പ്രകടിപ്പിച്ചു. ഒരാഴ്ച മുമ്പ് വൈറ്റ് ഡാമർ ഹോട്ടലിലെ ബാറിൽ നടന്ന ചെറിയ സംഘർഷവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പയ്യനെ അന്വേഷിച്ചു വരികയും ഇവന്റെ വീട്ടിൽ ഇവൻ പെറ്റ് ഷോപ്പ് നടത്തി നിൽക്കുന്നത് കണ്ട് ഇന്നോവയിൽ വന്ന ആളുകൾ ഇന്നോവ കൊണ്ട് കുറച്ചപ്പുറത്ത് മാറ്റി ഒതുക്കിയിട്ട് ഇറങ്ങി വന്ന് ഈ പയ്യനെ വിളിച്ചുകൊണ്ടുപോയി ഒത്തുതീർപ്പുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് വ്യാജേന വിളിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നിഷ്ഠൂരമായി അടിക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും ഒരു മുടുക്കിനകത്ത് വെച്ച് ഈ അടിച്ച് കരിങ്കല്ല് കൊണ്ടും കമ്പി കൊണ്ടും അടിച്ച് ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ ക്രൂരമായി അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രതികൾ ഉപയോഗിച്ച ഇന്നോവ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഴിഞ്ഞത്ത് നിന്ന് വാടകയ്ക്കെടുത്ത കാറാണിത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.